എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഈ ചാനലിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയ ബേസിക്സ് ടു അഡ്വാൻസ് കോഴ്സുകൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട്. നമ്മുടെ ലക്ഷ്യം ഈ വർഷം 1 ലക്ഷം വീടുകളിലേക്ക് പണം എത്തിക്കുക ട്രേഡിംഗ് വഴി. അതായത് 1 ലക്ഷം ആളുകൾ ട്രേഡിംഗ് വഴി പൈസ ഉണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 1 ലക്ഷം പേര് ചെയ്ത് കഴിയുമ്പോൾ അവർ ഡിപ്പെൻഡായി ജീവിക്കുന്ന 1-2 പേരിൽ കാണും. അപ്പോൾ ഒരു 3 ലക്ഷം പേര് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സംരംഭമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തികച്ചും സൗജന്യമാണ്. നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെയും അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം അവിടെയും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ പാറ്റേണുകളെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് കണ്ടിരുന്നു, അതിൻ്റെ പുറകിലെ ലോജിക്ക് എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബോഡി. ഇപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. അതായത് ഇത് ഒരു ബുള്ളിഷ് ഡേയിലെ ക്യാൻഡിലാണ്. ഡ്രോയിങ് എല്ലാം കളയാം. അപ്പം ഈ ഗ്രീൻ കളർ കാണുന്നതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ആപ്പിൽ ഏത് കളർ വേണമെങ്കിലും ഇപ്പോൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണ നമ്മൾ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കൊടുക്കാറുണ്ട് ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് സ്റ്റോക്കിൻ്റെ വില മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബ്ലൂ ഓർ ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഒരു യൂണിവേഴ്സലായിട്ട് എല്ലാവരും കൊടുക്കുന്നത് ഗ്രീനാണ്. പിന്നെയുള്ളത് റെഡ് കളർ കൊടുക്കാറുണ്ട്. താഴേക്കാണ് വില താഴേക്കാണ് പോകുന്നതെങ്കിൽ, അതായത് ബിയറിഷ് ക്യാൻഡിലിന് റെഡ് കളറാണ് സാധാരണ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ നോർമൽ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ റെഡും ഗ്രീനും മാത്രമായിരിക്കും. അപ്പോൾ റെഡ് എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ പ്രൈസ്, അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് പോകുന്നതാണ് സൂചിപ്പിക്കുന്നത്. ഗ്രീനാണ് ബോഡി എങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്ന ഒരു ചാൻസാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിന് ഹൈ, ക്ലോസ്, ഓപ്പൺ ഇതെല്ലാം 4 ടൈപ്പ് നമ്മൾ നോക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്സ് കാണിച്ചു തരുന്നത് ഒരു ബയറും സെല്ലറും തമ്മിലുള്ള ഫൈറ്റ് എങ്ങനെ നടക്കും. ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന അതാണ്. കുറേ ബയേഴ്സ് ഉണ്ടാവും, കുറേ സെല്ലേഴ്സ് ഉണ്ടാവും. അതിൽ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് സ്റ്റോക്ക് മുകളിലേക്കും താഴേക്കും പോകുന്നത്. ഇപ്പോൾ നിറയെ ബയേഴ്സാണ് ഉള്ളതെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മുകളിലേക്ക് പോകും. നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ ഇതുപോലെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. എന്നാൽ സെല്ലേഴ്സാണ് കൂടുതൽ അന്നത്തെ ദിവസം എങ്കിൽ സ്റ്റോക്ക് നേരെ താഴേക്ക് പോകും. അപ്പോൾ നമുക്കൊരു റെഡ് ക്യാൻഡിൽ ഡെവലപ്പ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്. ഇത് ഒരു പാറ്റേൺ ആണ്. പലതരം പാറ്റേണുകളുണ്ട് ക്യാൻഡിൽ സ്റ്റിക്സിൽ. അത് നമ്മുടെ ട്രേഡിങ്ങിൽ എപ്പോഴും യൂസ്ഫുൾ ആണ്. അത് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ശരിക്കും ക്യാൻഡിൽ സ്റ്റിക്സ് അന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ മിനിറ്റിലെ പ്രൈസ് ആക്ഷനെയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഈ ക്യാൻഡിൽ വേണമെങ്കിൽ ഒരു ദിവസത്തെ ക്യാൻഡിലാവാം, 5 മിനിറ്റ് ആവാം, ഇപ്പം 5 സെക്കൻഡിൻ്റെ വരെ ക്യാൻഡിലുകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് കാണിക്കുന്നത് ഇന്നത്തെ ദിവസം. ഇപ്പോൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് എടുക്കുന്നതെങ്കിൽ ആ 5 മിനിറ്റിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്, നമ്മുടെ ബയറാണോ സെല്ലറാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് കാണാം. നിങ്ങൾ 15 മിനിറ്റ് ക്യാൻഡിലാണ് എടുക്കുന്നതെങ്കിൽ ആ 15 മിനിറ്റിൽ ആരാണ് വിജയിച്ച് നിൽക്കുന്നത്. നിങ്ങൾ 1 ഡേ ആണ് എടുക്കുന്നതെങ്കിൽ ആ ദിവസം ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ ഡോമിനേറ്റ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റിക്സ് പറഞ്ഞു തരും. അതാണ് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഒരു ഗുണം. ക്യാൻഡിൽ സ്റ്റിക്ക് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ള സ്മൈലിയുടെ അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഇപ്പം നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് ദേഷ്യപ്പെട്ടിരിക്കുക, നിങ്ങളൊരു മെസ്സേജ് അയച്ചു, പുള്ളിക്ക് നിങ്ങളോട് ദേഷ്യമാണ്. ആ പുള്ളി അയക്കുകയാണ് ഓക്കെ എന്നൊരു മെസ്സേജ് മാത്രം അയക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണെന്ന്, പുള്ളിക്ക് ദേഷ്യമാണോ സങ്കടമാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. പകരം പുള്ളി ഓക്കെ എന്ന് അയച്ചതിന് ശേഷം ഈ ഒരു ഇമോജിയും കൂടെ അയച്ചു കഴിഞ്ഞാൽ, ആംഗ്രി ഇമോജി അയച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഇമോഷൻ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളോട് ദേഷ്യമാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓക്കെയുടെ കൂട്ടത്തിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സ്മൈലിയാണ് പുള്ളി അയക്കുന്നതെങ്കിൽ നമുക്ക് പുള്ളിയുടെ ഇമോഷൻ മനസ്സിലാവും. നമ്മൾ അയച്ച മെസ്സേജിന് കുഴപ്പമൊന്നുമില്ല, ആള് ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ക്യാൻഡിൽ സ്റ്റിക്സ് നമ്മളോട് ആ ദിവസത്തെ ഡേറ്റ പറയുന്നത്. ഇന്ന് ഇവിടെ ഗ്രീൻ ക്യാൻഡിലാണ് വന്നതെങ്കിൽ ഇന്നൊരു ബുള്ളിഷ് ഡേ ആണ്, ബയേഴ്സാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ക്യാൻഡിൽ സ്റ്റിക്സ് നമുക്ക് പറഞ്ഞു തരുന്നത്.
ഇനി നമുക്ക് അടുത്തതായിട്ട് ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാം. ക്യാൻഡിൽ സ്റ്റിക്സിന് ബോഡി ഉണ്ട്, വിക്ക് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഗ്രീൻ കളറിൽ അല്ലെങ്കിൽ റെഡ് കളറിൽ കാണുന്ന സാധനമാണ് ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ബോഡി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് രണ്ടും ബോഡി എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അത് കൂടാണ്ട് ഇവിടെ ചെറിയ ഒരു കറുത്ത ഒരു ലൈൻ കാണാം. ഇതാണ് നമ്മൾ ഷാഡോ അല്ലെങ്കിൽ വിക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രണ്ട് ബിയറിഷ് ആണെങ്കിലും ബുള്ളിഷ് ആണെങ്കിലും ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതില്ലാണ്ടും നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ഇതാണ് സാധാരണ നമ്മുടെ ഒരു ക്യാൻഡിൽ. ഇതിൽ ബോഡി ഉണ്ട്, അതുപോലെ തന്നെ ഷാഡോ ഉണ്ട്. നമ്മൾ ഗ്രീൻ കളർ ക്യാൻഡിൽ, അതായത് ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ പറയും. ഈ ബുള്ളിഷ് ക്യാൻഡിലിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി, അതിനുശേഷം കുറച്ച് മുകളിലേക്ക് പോയി, പിന്നെ താഴേക്ക് വന്നു, പിന്നെ വീണ്ടും മുകളിലേക്ക് പോയി, ഇത് ഒരു ഹൈ ഡെവലപ്പ് ചെയ്തു. ഈ ഹൈ വന്നതിന് ശേഷം വീണ്ടും താഴേക്ക് ഇവിടെ കുറച്ച് നേരം വന്നതിന് ശേഷം 3:30 ആകുമ്പോൾ ഇവിടെ ക്ലോസ് ആവും. അതായത് നമ്മുടെ ഓപ്പൺ 9:15 സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്, നമ്മുടെ മാർക്കറ്റ് അവസാനിക്കുന്നത് ഇവിടെയാണ്. ഈ 9:15 to 3:30 സമയത്ത് ഇവിടെ കുറച്ച് ലോ പോയിന്റുകൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പൈസ താഴെ വന്നു, വീണ്ടും തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഈ ഇവിടം വരെ കുറച്ച് ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് 3:30 ഇവിടെ വന്നാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ഇത് ഒരു ബുള്ളിഷ് ഡേയിലെ ക്യാൻഡിലിങ്ങാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ബിയറിഷ് ഡേ ആണെങ്കിൽ രാവിലെ 9:15 മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റിൻ്റെ പ്രൈസ് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വേണമെങ്കിൽ ഇത് മുകളിൽ പോയി ഇതുപോലൊരു വിക്ക് ഉണ്ടാക്കുന്നു. അതിനുശേഷം വീണ്ടും താഴേക്ക് വരുന്നു, താഴെ വന്ന് ഇതുപോലെ വന്നതിന് ശേഷം തിരിച്ച് 3:30 ആകുമ്പോൾ ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. അത് രാവിലെ 9:15 ഇവിടെ ഓപ്പൺ ആവുന്നു, മാർക്കറ്റ് പ്രൈസ് താഴേക്ക് വരുന്നു. അതിനുശേഷം 3:30 ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:15 താഴെ ഓപ്പൺ ചെയ്തു, പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്ത് അവസാനം 3:30 ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത്, ഒരു ക്യാൻഡിലുള്ളത് ഒരു ഹൈ ഉണ്ടാവും, ലോ ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്പൺ ഉണ്ടാവും, ക്ലോസ് ഉണ്ടാവും. 9:15 ഓപ്പൺ ചെയ്യുന്നു, 3:30 ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ബോഡിയും വിക്കും എന്ന് പറയുന്ന സംഭവം. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്യാൻഡിൽ സ്റ്റിക്സിന്റെ പാറ്റേൺ നോക്കാം. അപ്പം നമുക്ക് രാവിലെ വേണമെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇതാണ് നമ്മുടെ ഓപ്പൺ വന്നിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആവുന്നു. ഈ ലെവലിൽ മാർക്കറ്റ് ക്ലോസ് ആയി. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് ലോ ഉണ്ടായിട്ടില്ല, ഇവിടെ ലോ ഇല്ല, ഇവിടെ ഹൈയും ഇല്ല. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. അതായത് ഓപ്പൺ ഈക്വൽ ടു ലോ. നമ്മൾ തുടങ്ങിയിടത്ത് നിന്ന് താഴേക്ക് ഒരിക്കലും മാർക്കറ്റ് പ്രൈസ് താഴേക്ക് കൊണ്ടുപോയിട്ടില്ല. അതാണ് ഒരു ബുള്ളിഷ് ഡേയിലെ ക്യാൻഡിൽ ഇങ്ങനെ വരും. ബെയറിഷ് ഡേയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇതിന് മുകളിലേക്ക് പ്രൈസ് പോയിട്ടില്ല, താഴേക്ക് തന്നെയാണ് വരുന്നത്. താഴേക്ക് വന്ന് വേറൊരു ലോ ഉണ്ടായിട്ടില്ല. ക്ലോസിംഗ് തന്നെയാണ് ഇതിൻ്റെ ലോ, ഓപ്പൺ ആണ് ഇതിൻ്റെ ഹൈ. ഇങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്യാൻഡിൽ ഉണ്ടാവും. ഇതിൻ്റെ ഓപ്പണും ക്ലോസും അടുത്താണ്. ഓപ്പൺ ആൻഡ് ക്ലോസ് ഏകദേശം സെയിം ആയിട്ട് വരും. ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഹൈ ഉണ്ടായി വന്നിട്ടുണ്ട്, താഴെ ഒരു ലോയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവസാനം മാർക്കറ്റ് ഓപ്പൺ ചെയ്തോടത്ത് തന്നെ വന്ന് ക്ലോസ് ആകുന്നതാണ് ഈ ക്യാൻഡിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ഇതിൻ്റെ പല പേരുകളുണ്ട്. ഇത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. എന്താണ് ഓരോ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെയും പ്രത്യേകത, എന്താണ് നമ്മളോട് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് പറയുന്നത് എന്നുള്ളത്. ഇപ്പം ഈ ക്യാൻഡിലിൽ ഇവിടെയാണ് അന്ന് രാവിലെ ഓപ്പൺ ആയത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അത് പോയി ഇവിടെ ഒരു ഹൈ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും താഴേക്ക് വന്ന് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്.
അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ സെല്ലേഴ്സ് നമ്മളെ താഴേക്ക് കൊണ്ടുവന്നു, എന്നാൽ ഇടയ്ക്ക് ബയേഴ്സ് വന്ന് ഇവിടം വരെ കൊണ്ടുവന്നെങ്കിലും ഇവിടെ സെല്ലേഴ്സാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവർ പ്രൈസിനെ താഴേക്ക് വലിച്ചു കൊണ്ടുവന്ന് ഇവിടെയാണ് അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ആയത്. അതിനർത്ഥം ഇവിടെ സെല്ലേഴ്സാണ് ഇന്ന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നാണ്. അടുത്തത് ഇതുപോലെ നമുക്ക് ഒരു ക്യാൻഡിൽ ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. ഇതുപോലെ ഒരു ക്യാൻഡിൽ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവിടെ ഓപ്പണായി ക്ലോസും ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സെല്ലേഴ്സ് വന്ന് താഴേക്ക് പ്രൈസിന് താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാലും ബയേഴ്സ് ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് അതിനെ ക്ലോസ് ചെയ്യുന്നത് മുകളിൽ കൊണ്ടുപോയി ക്ലോസ് ചെയ്യിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത പാർട്ട് 3 അടുത്ത ദിവസങ്ങളിൽ കാണാവുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.